ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ടിപ്പിൽ പറയുന്നത് ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ കുട്ടികൾ കൊണ്ടുപോകാറുണ്ട് അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് തുറക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നന്നായിട്ടൊന്ന് അമർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, ഇനി ടിഫിൻ ബോക്സ് ആകട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന തൂക്കുപാത്രം, അത് ഏത് ആകട്ടെ, നിങ്ങൾക്ക് തുറക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പാത്രങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് ഒരല്പം കയ്യിൽ തൂകിയതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗത്ത് നന്നായി ഇതിന് റൗണ്ട് ചുറ്റും നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ മൂടിയുടെ ഈ വക്കും, അഥവാ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സൈഡും നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അടക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ എളുപ്പത്തിൽ നമുക്ക് തുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ തുറക്കാൻ ബുദ്ധിമുട്ടുള്ള ടിഫിൻ പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തുറക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികൾക്ക് തുറക്കാൻ പാടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ഡോറിലൊക്കെ പ്രത്യേകിച്ച് തുറക്കാനും അടയ്ക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില സമയങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആവുന്നതാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സോപ്പാണ് കേട്ടോ. അതുപോലെ തേഞ്ഞ സോപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് കളഞ്ഞ സോപ്പോ ഏത് വേണമെങ്കിലും ആകട്ടെ, ഇതുപോലെ ഒരല്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡിലും ഇതിൻ്റെ ഇതുപോലെ വിജാവിൽ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വാതിലിൻ്റെ ആ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സൗണ്ട് ഉണ്ടാകും തുറക്കുന്ന സമയത്തും അടക്കുന്ന സമയത്തൊക്കെ. ആ സൗണ്ടൊക്കെ നിങ്ങൾക്ക് പോകാനും അതുപോലെ തന്നെ വാതിൽ കുറച്ചൊന്ന് ലൂസ് ആവാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് ഡോറിൻ്റെ മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ വീടിൻ്റെ ഗേറ്റ്, അതുപോലെ റൂമിൻ്റെ ജനല ഒരുപാട് കാലം തുറക്കാതിരുന്നാലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ വെറും ഒരു സോപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ചിലർ കൂടുതലും സോപ്പ് ഉപയോഗിക്കും, മറ്റുള്ളവർ ചിലപ്പോൾ വെളിച്ചെണ്ണയായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ജനാലിൻ്റെ ഇതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുടകളിലും ഇതുപോലെയുള്ള ഇതിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പുകളിലൊക്കെ ഒരല്പം ഇതുപോലെ നമുക്ക് സോപ്പ് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുടയുടെ ടൈറ്റ്നെസ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. കുട ഓപ്പൺ ആക്കുമ്പോഴും അതുപോലെ ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ വളരെ ടൈറ്റ്നെസ് അനുഭവപ്പെടാറുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ കുടയിലും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ.